VSന്റെ വെറുക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഫാരിസ് അബൂബക്കർ മാത്രമല്ല KM ഷാജഹാൻ എങ്ങനെ പെട്ടു എന്നുള്ളതാണ് KM ഷാജഹാൻ പരിശോധിക്കേണ്ടത്. അദ്ദേഹത്തിന് വെറും PA മാത്രമായിരുന്നു, സുരേഷിന് ആക്സസ് ഉണ്ടായിരുന്നു, ജോസഫ് സി മാത്യുവിന് ആക്സസ് ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിന്റെ മരണശേഷം ആ വീട്ടിൽ അവർക്ക് ആക്സസ് ഉണ്ടായിരുന്നു, അവരെല്ലാം അവിടെ പോവുകയും വരികയും ആശുപത്രിയിലായപ്പോൾ ആക്സസ് ഉണ്ടായിരുന്നു. KM ഷാജഹാനെ അടുപ്പിച്ചിട്ടില്ല. ആദ്യമൊക്കെ വളരെ ക്രിയേറ്റീവ് ക്രിറ്റിസിസം ആയിരുന്നു പുള്ളി CPM-നെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അതൊരു വ്യക്തിപരതയുടെ തലത്തിലേക്ക് പോയി. പക്ഷെ അവർ ചിലപ്പോൾ ഓടിക്കാൻ സാധ്യതയുണ്ട്. നല്ല ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് KM ഷാജഹാൻ എന്നുള്ളത്. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി റൂട്ടിൽ കൂടെ നടക്കുന്ന അമ്മച്ചി വരെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത്, എനിക്കൊരു ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ്. പക്ഷെ അത് സൂം ചെയ്ത് ആ രോമം എണീറ്റിരിക്കുന്നത് കാണിച്ചില്ല. ചാൻസ് കറി അങ്ങനെ കുറച്ച് ചെയ്ത് ആള് പാവമാണ്. സത്യം പറഞ്ഞാൽ ആള് പാവമാണ്. ഒരാളുടെ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന സ്വഭാവമില്ല, ഒരാളെ ദ്രോഹിക്കണമെന്നുള്ള അങ്ങനത്തെ പർപ്പസ്ഫുള്ളി അങ്ങനത്തെ ചിന്തയൊന്നുമില്ല, ശുദ്ധനാണ്. ജനം ടി വിയിൽ പോകുന്നതിന് ഏർപ്പാടൊക്കെ ആക്കി കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനം ടി വിക്കാർക്ക് ദിവസം വന്നിട്ട് പിണറായി വിജയനെ തന്തയ്ക്ക് വിളിക്കണം, അതിനൊരാൾ വേണം. അതിനാണ് ഒരു പ്രാവശ്യം തന്തയ്ക്ക് വിളിച്ചാൽ 10 രൂപ, 2 പ്രാവശ്യം വിളിച്ച് കഴിഞ്ഞാൽ എത്ര രൂപ എന്നൊക്കെയുള്ള രീതിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. നമസ്കാരം. നമസ്കാരം. KM ഷാജഹാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് വലിയ വിലാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ ഷാജഹാന്റെ വിലാപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒരു പുസ്തകം തന്നെ പുറത്തിറക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഷാജഹാനെ കുറിച്ച് പറയാനുള്ളത്, ഈ വിലാപത്തെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, KM ഷാജഹാന്റെ ജീവിതം ഇങ്ങനെ കരഞ്ഞു തീർക്കുന്നത് കാണുമ്പോൾ കരഞ്ഞു തീർക്കുന്നത് പോലെയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് വളരെ സങ്കടം തോന്നാറുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നത് അദ്ദേഹം സ്വയം തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണ്. എനിക്കൊന്നും പിന്നെ അങ്ങനത്തെ ഒരു ഐഡൻറ്റിറ്റി ഇല്ല, അങ്ങനെ മേൽവിലാസം ഇല്ല, ഒന്നുമില്ല. നമ്മളെങ്ങനെയോ വഴിതെറ്റി ഇങ്ങനെയൊക്കെ എത്തിയതാണ്. അങ്ങനെയാണോ പുള്ളിയായിട്ടൊക്കെ ഒരു ബന്ധത്തിലെത്തുന്നത്. പക്ഷെ പുള്ളിയൊക്കെ നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പുള്ളി BS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയായിരുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങൾ, പുള്ളിയുടെ അക്കാദമിക് പശ്ചാത്തലം, പിന്നെ പുള്ളിയുടെ ഒരു നിർഭയത്വം നമുക്കും ഒട്ടും കുറവൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമുക്കൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ആദ്യമൊക്കെ വളരെ ക്രിയേറ്റീവ് ക്രിറ്റിസിസം ആയിരുന്നു പുള്ളി CPM-നെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അതൊരു വ്യക്തിപരതയുടെ തലത്തിലേക്ക് പോയി. അതായത് പിണറായി ചിരിച്ചത് ശരിയായില്ല, പിണറായി മുടി ചെയ്തത് ശരിയായില്ല, പിണറായിയുടെ ആ ഷർട്ടിൻ്റെ കളവ് ശരിയായില്ല, ഇതൊക്കെയായി. അതായത് രാവിലെ എഴുന്നേറ്റ് പിണറായി എന്തൊക്കെ ചെയ്തു, പിണറായി പിന്നെ ഇരുന്ന് എന്ത് പറയാം എന്നുള്ള വേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക. ഇപ്പം പിണറായിയെ മാത്രമല്ല, VD സതീശനെതിരെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ VD സതീശനെതിരെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. സത്യത്തിൽ വന്ന് പുള്ളി ഒരു ഇപ്പോഴത്തെ ഈ സീസണിലേക്ക് ബിഗ് ബോസിലേക്ക് ഒരു പക്ഷേ അവർ വിളിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പുള്ളി പോകാത്തില്ലായിരിക്കും, പുള്ളി ഇനി അറിയാതെ പോകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവർ ചിലപ്പോൾ ഓടിക്കാൻ സാധ്യതയുണ്ട്. നല്ല ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് KM ഷാജഹാൻ എന്നുള്ളത്. എവിടെ എത്തിയെന്നറിയണം, എവിടെ നിന്നാണ് എവിടെയോട്ട് പോകുന്നതെന്നുള്ളത് അറിയണം. ഈ DYFIക്കാർ ചെയ്ത പോലെയുള്ള വിഡിത്തൊന്നും പുള്ളി ചെയ്യാറില്ല. ഇപ്പോൾ DYFI പിന്നെ അടുത്തിടെ എന്തോ ഒരു സമരം നടത്തിയപ്പം മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്, താങ്കൾ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഞങ്ങളാണ് പറയുന്നത്, DYFI ആണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപ് ഇതൊന്നും അറിയുന്നില്ല. ട്രംപ് അവിടെ കിടന്ന് ഉറങ്ങുക, ഇവിടുത്തെ പകൽ അവിടുത്തെ രാത്രിയാണ്, ഉറങ്ങുന്ന നേരത്തെ ഇവിടെ നിന്ന് വെല്ലുവിളിക്കുക ട്രംപിനെ. അങ്ങനെയുള്ള പരിപാടിക്കോ അല്ലെങ്കിൽ യുവമോർച്ചക്കാർ ചെയ്യുന്ന പോലെ മിസ്റ്റർ ആയത്തുള്ള ഖൊമേനി നിന്നെ ഞങ്ങൾ തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പറയുന്ന പോലെ അങ്ങേർക്ക് അറബി മാത്രമേ അറിയത്തുള്ളൂ ആയത്തുള്ള ഖൊമേനിക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ പരിപാടിക്കൊന്നും പുള്ളി പോകാറില്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ ഉണ്ട് അവിടെ, ഒരു സാധനം ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ പൊട്ടുക. അപ്പോൾ പേജർ വരെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവിടെ. പേജർ വരെ യൂസ് ചെയ്യാൻ വയ്യ, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നേ ഇല്ല അയാൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള വെല്ലുവിളിയിലോട്ടൊന്നും അന്താരാഷ്ട്ര തലത്തിലേക്കൊന്നും ഷാജഹാൻ പോകാറില്ല. പക്ഷേ എൻ്റെ ഈ ചോദ്യത്തിന് മഞ്ജു വാര്യർ മറുപടി പറയണം. ശ്രീമതി മഞ്ജു വാര്യർ, സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കറുത്ത കോഴി ഒരിക്കലും കറുത്ത മുട്ട ഇടാറില്ല. ഇതാണ് പറയാതെ. അപ്പം ഇങ്ങനെയാണ് പുള്ളിയുടെ സ്വഭാവം. പറഞ്ഞങ്ങ് തുടങ്ങുമ്പം സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് തുടങ്ങുമ്പം എന്തോ മഹാസംഭവം പറയാൻ പോകുന്നതെന്ന്. ഒരു ഗ്യാസും ഇല്ലാത്ത സാധനമാണ്, വെറും ഗ്യാസാണ്. പറയുന്നതിന് അതൊരു കഴമ്പില്ലാത്ത രീതിയിലേക്ക് വരിക. 4 മാസം മുമ്പ് ചെയ്തൊരു പിന്നെ വീഡിയോ സ്റ്റോറിയുടെ തമ്പ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഷൈൻ ടീച്ചർ ഗോപി കോട്ടമുറിക്കലിനെയും P ശശിയെയും കടകംപള്ളി സുരേന്ദ്രനെയും ഓർക്കുന്നുണ്ടോ? ഈ അവിഹിതത്തിൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോവുക. ഷൈൻ ടീച്ചറുടെ വീട്ടിൽ വൈപ്പിൽ MLA വന്നു, അത് കഴിഞ്ഞപ്പം ഇവരുടെ ഭർത്താവ് വരുന്നു, വാതിൽ ചവിട്ടി പൊളിക്കുന്നു, ഒക്കെ സ്ലോ മോഷനിലാവുന്നത് കണ്ടതുപോലെ വാതിൽ ചവിട്ടി പൊളിക്കുന്നു, അകത്ത് കയറുന്നു, ഇടിക്കുന്നു. പിറ്റേന്ന് നമ്മൾ ആ വീട്ടിൽ പോയതാണ്. അവിടെ വാതിലിനും ഒരു കുഴപ്പമില്ല, ഒന്നിനും ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ തോമസ് ഐസക്കും TN സീമയും രാത്രിയിൽ ചർച്ച നടത്തി, അവരവിടെ പോയി ഇവിടെ പോയി, അപ്പോൾ പുള്ളി ഉറക്കം കുടിച്ച് അവരവിടെ ഒളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനൊന്നും ഞാൻ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ എത്തിയപ്പോഴത്തേക്ക് KM ഷാജഹാൻ പുള്ളിക്കൊരു സ്ഥിരതയില്ല, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനമില്ല. 3 ആഴ്ച മുമ്പ് ചെയ്തിട്ടുള്ള പുള്ളിയുടെ ചാനലിനകത്തിരുന്ന് ചാനലുകളിലിരുന്ന് പിച്ചും പേയും പറയുന്ന രാഹുൽ ഈശ്വർ അറിയാൻ എന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുത്തേക്കുന്നു. അത് കഴിഞ്ഞ്
രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാവൂ. ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. പണ്ട് കാലത്ത് ഈ പൈങ്കിളി വാരികകൾക്കകത്ത് പിന്നെ തുടർ നോവലുകൾ, നോവൽ പരമ്പരകൾ ഉണ്ടാകുമ്പം മാപ്രസിദ്ധീകരണങ്ങൾക്ക് അത് മാപ്രസിദ്ധീകരണമല്ല, ജനനി ഉൾപ്പെടെയുള്ളതുണ്ടായിരുന്നു, സഖിവാരിക ഉണ്ടായിരുന്നു, പൗരധ്വനി ഉണ്ടായിരുന്നു. ജനനിയൊക്കെ ഭയങ്കര സർക്കുലേഷനുള്ള ആയിരുന്നു. അതെ, ജനനി, കുങ്കുമം, സഖിവാരിക, പൗരധ്വനി, പിന്നെ മംഗളം, പിന്നെ മനോരമ, മാതൃഭൂമി ആ മേഖലയിലോട്ട് പോയി. മലയാള വീക്കിലി ഇപ്പോഴും ഇല്ലേ? ഉണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പം അന്ന് അപ്പം ആ സമയത്ത് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ അവൾ നടന്നു പോകുന്ന വഴിയെ പെട്ടെന്ന് കാറ് കൊണ്ടുവന്ന് അവളെ മുമ്പിൽ ക്രോസ് ചെയ്ത് നിർത്തി. ഒരു പ്രത്യേക സ്ഥലത്തെത്തി കഴിയുമ്പോൾ തുടരും എന്നുണ്ടായിരിക്കും. അതിൻ്റെ അടിയിലുണ്ടാകുന്നത് നമ്മൾ അടുത്ത ആഴ്ചത്തെ അറിയാൻ വേണ്ടി കാത്തിരിക്കും. നമുക്ക് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, ഞാനൊക്കെ 10ാം ക്ലാസ്സിന് ശേഷം പിന്നീട് ഞാൻ ആ സാധനങ്ങളൊന്നും വായിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് പിന്നെ വായനയുടെ ലോകം വേറെ ലോകത്തോട്ട് പോയി. ഈ സാധനമാണ് പുള്ളി ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു ഉദ്വേഗജനകമായിട്ടുള്ള സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. സുഹൃത്തുക്കളെ എന്നാണ് പറയുന്നത്, സുഹൃത്തുക്കളെ എന്നാണ് പറയുന്നത്. അച്ചടി ഭാഷയിലേ പറയത്തുള്ളൂ, സുഹൃത്തുക്കളെ എന്നൊന്നും പറയത്തില്ല. സുഹൃത്തുക്കളെ എന്നിട്ട് ഇങ്ങനെ ഒരു പിടുത്തമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കരുതി മൂക്കയിലാണ് പുള്ളിയുടെ ഈ ബുദ്ധിയിരിക്കുന്നത്. കാരണം അവിടെ ഇങ്ങനെ ഒന്ന് പിടിക്കും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് തമ്പിടുന്നതെന്ന് വെച്ചാൽ മഞ്ഞ തമ്പ ഇടത്തുള്ളൂ. ഇടുന്നതിനകത്ത് തറയായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ തറ തമ്പിടണം എന്നുള്ളിടത്ത് തന്നെയാണ്. നമ്മൾ പോറ്റിയെ കയറ്റിയെന്നുള്ള അമ്പൊക്കെ ഞാനിട്ടത് അങ്ങനത്തെ തമ്പ് തന്നെ ഇട്ടേ ഇടേണ്ടടുത്ത്. ഇത് ഏതാ ക്ലാസ്സിൽ പെട്ടതാണെന്നുള്ള നമുക്ക് തന്നെ മനസ്സിലാവത്തില്ല ഈ വീഡിയോ സ്റ്റോറി ചെയ്യുന്നത് പുള്ളി. പുള്ളിയുടെ ഒരു ചെറിയ ഫ്രസ്ട്രേഷൻസ് അങ്ങനെ തീർക്കാന്നുള്ള പുള്ളി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുള്ള സ്റ്റോറികളിലേക്ക് തന്നെയാണെന്ന് ഒന്ന് വരാം. അതിൻ്റെ ചില തമ്പുകളും കൂടെ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിനോട് മാധ്യമങ്ങൾ തെല്ലെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ മാപ്പ് പറയണം. ഇതാണ് കാരണം. എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചാൽ എന്ത് സംഭവിക്കും? പുള്ളി തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് പറ്റിയ ഒരാളേ അല്ല എന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചതാണ്. ഷാജൻസ്കറി അതെ, ഷാജൻസ്കറിയുടെ കൂടെ പിന്നെ ഇവിടെ കൊണ്ടുപോയി മറുനാടൻ മലയാളി പോയിരുന്നിട്ട് 140 മണ്ഡലങ്ങളുടെ ഒരു വിശകലനം നടത്തി. അപ്പോഴാണ് പറഞ്ഞത്, പുള്ളി പറഞ്ഞു, എൻ്റെ ഷാജ, എൻ്റെ പൊന്നു ഷാജ, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി റോട്ടിൽ കൂടെ നടക്കുന്ന അമ്മച്ചി വരും കെട്ടിപ്പിടിക്കുന്നു, എനിക്കൊരു ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ അത് സൂം ചെയ്ത് ആ രോമം എണീറ്റിരിക്കുന്നത് കാണിച്ചില്ല ഷാൻസ്കറി. അങ്ങനെ കുറച്ച് ചെയ്ത് അങ്ങനെ ഞാൻ ഷാൻചേട്ടനോട് പറഞ്ഞു, ഷാൻചേട്ടൻ എന്തോ ഇത് പുള്ളിയല്ലേ പറഞ്ഞത്, ഞാനല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞങ്ങൾ സർവേ നടത്തിയിട്ടുണ്ട്, അതിനകത്ത് LDF വീണ്ടും വരുമെന്ന് തന്നെയാണ് പറയാൻ പോകുന്നത്. അത് അടുത്ത ദിവസം കൊടുക്കും. ഇത് പുള്ളിയല്ലേ പറഞ്ഞേ, ഞാൻ വിളിച്ചു വരുത്തിയതല്ലേ, പുള്ളിയല്ലേ പറയുന്നത്, അപ്പോൾ പിന്നെ എനിക്ക് അതിനകത്ത് അത് പുള്ളിയും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അതായത് ഏതോ ഒരു മിഥ്യാലോകത്തിരുന്നിട്ടാണ് പുള്ളിയുടെ രാഷ്ട്രീയ അവലോകനങ്ങൾ ഉണ്ടാകുന്നത്. ഞാനും പുള്ളിയും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ഈ ഇലക്ട്രിഫിക്കേഷൻ ഞാൻ 2022 അന്ന് ABC മലയാളം ചാനലിനകത്ത്, അന്ന് ഇപ്പോൾ ഇപ്പോൾ ഉള്ള പോലെ ഒത്തിരി പേരൊന്നുമില്ല ഗോവിന്ദൻകുട്ടിയുടെ, അതിൽ ഞാനും ഫിറോസ് സാലിം മുഹമ്മദും കൊണ്ടിരുന്നൊരു ഇത് നടത്തിയപ്പം പുള്ളിയുടെ ഇലക്ട്രിഫിക്കേഷൻ ഞാനൊന്ന് പറഞ്ഞു പോയി. പിറ്റേന്നുണ്ടെങ്കിൽ KM ഷാജഹാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് വിളിച്ച പോലെ തന്നെ പുള്ളി നമ്പർ തപ്പിയെടുത്ത് ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. വിളിച്ച് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എനിക്കൊരു തെറ്റ് പറ്റിയത് നിങ്ങളുടെ അത് മാത്രം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പാവമാണ്. സത്യം പറഞ്ഞാൽ ആൾ പാവമാണ്. ഒരാളുടെ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന സ്വഭാവമില്ല, ഒരാളെ ദ്രോഹിക്കണമെന്നുള്ള അങ്ങനത്തെ പർപ്പസ്ഫുള്ളി അങ്ങനത്തെ ചിന്തയൊന്നുമില്ല, ശുദ്ധനാണ്. പൈസ അങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ആർത്തിയൊന്നുമില്ല, ജീവിച്ചു പോകണം എന്നുള്ളതേ ഉള്ളൂ. പൈസ ഉണ്ടാക്കാനാണെങ്കിൽ പുള്ളിക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ വന്ന് പുള്ളി ഡീഗ്രേഡ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ പുള്ളിയായിട്ട് അറ്റാച്ച്ഡ് ആവുന്നു. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് പുള്ളിയുടെ കൂടെ ഇരുന്നിട്ട് ഒന്ന് അസോസിയേറ്റ് ചെയ്തിട്ട് BSന്റെ 100ാം ജന്മ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം ഞങ്ങൾ ഒന്ന് ചെയ്യുന്നു. പുള്ളി പിന്നെ വീണ്ടും അതിന് തുടർച്ചയായിട്ട് ഇടയ്ക്കും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട്, അത് അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഞാൻ പിന്നെ നിങ്ങളുമായിട്ടൊന്ന് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഞാൻ ഇരിക്കാമെന്ന് എഴുതിയിട്ട് വന്നതാണ്. എനിക്ക് തിരുവനന്തപുരത്ത് വന്നിട്ട് എനിക്ക് നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ വരികയാണെങ്കിൽ ആലോചിക്കാമെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഇങ്ങോട്ടും വന്നിട്ട് ഇവിടെയും ചെയ്യാൻ ഫെസിലിറ്റി ഇല്ല. പുള്ളിക്ക് വരുമ്പോൾ സ്റ്റുഡിയോ വാടകയ്ക്ക് എടുക്കാനും പൈസയില്ല. പക്ഷേ പുള്ളി അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ എന്നെ ഒന്നും കാണാതെ പോകാറില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ ചാനലിൻ്റെ മുമ്പിൽ വേറെ ചാനലിൽ ചെയ്തപ്പോഴൊക്കെ ഒരു നവകേരളയിലൊക്കെ ചെയ്തപ്പോൾ ഒരുമിച്ചിരുന്നുണ്ട്. അപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത ബന്ധമൊക്കെയാണ്, എതിർത്ത് പറയുകയൊക്കെ ചെയ്യും. പക്ഷേ എല്ലാം എക്സാഗ്രേഷനാണ് എല്ലാത്തിനകത്തും. പിന്നെ മലബാറിലോട്ട് കുടിയേറിയ അച്ചായന്മാർ, നമ്മളെ ക്രിസ്ത്യാനികൾ ഇവരുണ്ട്. അവിടെ വന്നിട്ട് അവിടെ ഉള്ളവർക്ക്, കാരണം അന്നത്തെ കാലത്ത് അവിടെ മലബാറിലുള്ളവർക്ക് അവർ ഈ തൃശ്ശൂരിൻ്റെ ഇപ്പുറത്തോട്ടും വന്നിട്ടില്ല. അവർ മാക്സിമം പോകുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോകുന്നത്. അതിനപ്പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. മലപ്പുറത്തുനിന്ന് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോവുക. അതല്ലാതെ തിരുവനന്തപുരത്തോ ഇവിടെയൊന്നും പോകേണ്ട ആവശ്യമില്ല. ട്രെയിനെ പോലും കയറിയിട്ടുണ്ടാവത്തില്ല. നിലമ്പൂരിലുള്ള ട്രെയിനുള്ളതുകൊണ്ട് ആ ഭാഗത്തുള്ളവർ കണ്ടിട്ടുണ്ടാവും. മഞ്ചേരിക്കാർ പോലും കാണാത്തിരുന്ന കാലത്താണ്. ഇപ്പോൾ ഇവർ പറയും, നാട്ടിലെ കടുകൊക്കെ അങ്ങ് ചക്ക പോലെയായിരിക്കുന്നതെന്നൊക്കെ പറയും. ഈ നാട്ടിലെ വർത്തമാനം പറയും. ഇതേപോലെയാണ് പുള്ളി അങ്ങ് പിന്നെ പുള്ളിയുടെ കടുക് ചക്കയുടെ വലുപ്പമുള്ളതാണ്. പുള്ളി ഒരു എക്സാഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിഭാവുകത്വത്തിൻ്റെ ഒരു പിന്നെ മേമ്പടി ചേർത്ത് കാര്യങ്ങളെ അങ്ങനെ അങ്ങ് അവതരിപ്പിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെള്ളം ഊശിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, ആ ചെറുപ്പക്കാരൻ അവിവാഹിതനായ ചെറുപ്പക്കാരനാണ്, കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ വരദാനമാണ്.
അവരുടെ ഭാവി മാധ്യമങ്ങൾ നശിപ്പിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഗർഭചിത്രം ഉൾപ്പെടെയുള്ള നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ളതിൻ്റെ അതിൻ്റെ ഓഡിയോ വരെ പുറത്തേക്ക് വന്ന് ഫോഴ്സ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വകുപ്പുകൾ പ്രകാരം 1 അല്ല 2 അല്ല 3 അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 1-ാം പാനിപ്പത്ത് യുദ്ധം, 2-ാം പാനിപ്പത്ത് യുദ്ധം, 3-ാം പാനിപ്പത്ത് യുദ്ധം എന്നൊക്കെ പറഞ്ഞ പോലെ രാഹുലിൻ്റെ 1-ാം ഗർഭചിത്രം, രാഹുലിൻ്റെ 1-ാം പീഡനം, രാഹുലിൻ്റെ 2-ാം പീഡനം, രാഹുലിൻ്റെ 3-ാം പീഡനം എന്നാണ് ഇങ്ങനെ വരിക. അപ്പോഴാണ് പുള്ളി ഇത് പറയുന്നത്. ഗോപി കോട്ടമുറിക്കലിനെ കുറിച്ച് എന്താ പുള്ളി പറയുന്നത്? ഗോപി കോട്ടമുറിക്കലിനെതിരെ ഒരു പെണ്ണും ഇന്ന് വരെ എവിടെയും പരാതി പറഞ്ഞിട്ടില്ല, പാർട്ടിക്കകത്തും പറഞ്ഞിട്ടില്ല. ഇനി പാർട്ടിയുടെ കോടതി പരിശോധിക്കാനാണെങ്കിൽ, തീവ്രത ഉണ്ടോ എന്ന് പരിശോധിക്കാനാണെങ്കിൽ പാർട്ടിക്കകത്ത് ഒരു പെണ്ണും പരാതി പറഞ്ഞിട്ടില്ല. ഗോപി കോട്ടമുറിക്കൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, ഗോപി കോട്ടമുറിക്കൽ മോശമായ രീതിയിൽ നോക്കി എന്ന് പറഞ്ഞിട്ടില്ല, ഗോപി കോട്ടമുറിക്കൽ അപമര്യാദയായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഒരു പെണ്ണും പരാതിയില്ല. പിന്നെ പുള്ളിക്ക് എന്തോ പ്രശ്നം? പുള്ളിക്ക് വേറെ എന്തെങ്കിലും ദൗർബല്യങ്ങളോ എന്തെങ്കിലും കുഴപ്പങ്ങളോ ബലഹീനതകളോ ഉണ്ടെങ്കിൽ അതിന് വല്ല ചികിത്സയും നടത്തണം. അല്ലെങ്കിൽ അതിനൊക്കെ മരുന്നുണ്ട്. ഇന്ന് വയാഗ്രയൊന്നും കഴിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, വേറെ എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കണം. അല്ലാതെ ഈ നാട്ടുകാരെ മുഴുവൻ ഇതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കരുത്. കടകംപള്ളി സുരേന്ദ്രനെതിരെ എങ്കിലും പെണ്ണിൻ്റെ പരാതി ഉണ്ടോ? ഇല്ല. സംഭവം മഴയാണ്, റെയിൻകോട്ട് ഇട്ട് വരണമെന്നുള്ളതിൻ്റെ കരുതലിൻ്റെ ഭാഗമായി, വോട്ടറോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പറഞ്ഞ് ഓഡിയോ ഒക്കെ നമ്മളൊക്കെ കേട്ടെങ്കിലും എന്തായാലും ആർക്കും പരാതിയില്ലല്ലോ. മഴ കൊള്ളരുതെന്ന് പറഞ്ഞതിനകത്ത് ഇതിന് എത്ര വലിയ പ്രശ്നം? അത്ര സ്നേഹത്തോടെ അല്ലേ. അല്ലാതെ ചവിട്ടാനും കുത്താനും തുപ്പാനും ഉപദ്രവിക്കാനൊന്നും പോയില്ലല്ലോ. അതേപോലെ തെറി വിളിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. വളരെ ഒരു തെറിയും പറഞ്ഞില്ല കടകംപള്ളി സുരേന്ദ്രൻ. മഴയാണ്, റെയിൻകോട്ട് എടുക്കാൻ മറക്കരുത്, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങേരുടെ ഒളിനോട്ടം എങ്ങോട്ടായിരുന്നു? തോമസ് ഐസക്കും TNC-യും തമ്മിൽ അഭിഹിത ബന്ധം. പുള്ളി കണ്ട പോലെയാണ് പറയുന്ന സംഭവം. ഉണ്ടെങ്കിൽ എന്തോ പുള്ളിക്ക് എന്താ, ഇറ്റ്സ് നൺ ഓഫ് ഹിസ് ബിസിനസ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? TNC-ക്ക് പരാതിയില്ല, തോമസ് ഐസക്കിനും പരാതിയില്ല. അതിനകത്ത് എങ്ങനെയാണ് പുള്ളിയുടെ കമ്മ്യൂണിസ്റ്റ് ബോധം വെച്ച് പുള്ളിക്ക് ഇടപെടാൻ പറ്റുന്നത്? ഒന്നുകിൽ അവരുടെ കുടുംബത്തിന് പരാതി ഉണ്ടാവും. രാജ്മോഹൻ ഉണ്ണിത്താനെ കുറിച്ച് പണ്ട് ആരോപണം വന്നപ്പോൾ എൻ്റെ ഒക്കെ സ്റ്റാൻഡ് അത് തന്നെയായിരുന്നു. അയോധ്യയുടെ കുടുംബത്തിനും പരാതിയില്ല, രാജ്മോഹൻ ഉണ്ണിത്തിൻ്റെ കുടുംബത്തിനും പരാതിയില്ല. അവർ തമ്മിലിപ്പോൾ അവിടെ ഒരു വീടെടുത്ത് നിർത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലല്ലായിരുന്നില്ല. 2 റൂമിലുമായിരുന്നു. എൻ്റെ നാട്ടിൽ നിന്നാണ് പിടിച്ചത്. ഇത് ആരെങ്കിലും എവിടെയെങ്കിലും പോയാൽ ഉടനെ ഒരുമിച്ച് യാത്ര ചെയ്താൽ ഉടനെ ഇതാണെന്നും പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു മാനസികാവസ്ഥ പുള്ളി പരിശോധിക്കേണ്ടതാണ്. രാഹുലിൻ്റെ കാര്യത്തിൽ ഭയങ്കര ആശങ്ക. ഇനിയിപ്പം നിയമസഭാ അംഗത്വം കൂടെ പിന്നെ നഷ്ടപ്പെടുകയാണെങ്കിൽ, എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശ എന്തായാലും തീരുമാനം വരുന്നതെന്ന് അറിയത്തില്ല, നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ MLA ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടേ താമസിപ്പിക്കുന്നേ. പുള്ളിക്ക് തിരുവനന്തപുരത്താണല്ലോ വീടുള്ളത്. പുള്ളി വീട്ടിൽ കൊണ്ടേ താമസിപ്പിക്കേണ്ട അവൻ്റെ പിന്നെ പ്രവർത്തനങ്ങൾക്കൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ. അതേപോലെ തന്നെ ജനം TV-ക്കാർ അവരുടെ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുന്നതിൽ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരേ ഒരാൾ KM ഷാജഹാനാണ്. അത് ആരാണ് ഇതിന് ശുപാർശ ചെയ്തതെന്നും ആരാണ് അത് സെറ്റാക്കി കൊടുത്തതെന്നും എനിക്കറിയാം. ഇപ്പോൾ ജനം TV-യിൽ. കാരണം പുള്ളിയുടെ അവസ്ഥ പരിഗണിച്ചിട്ട് കൊടുക്കേണ്ടതുമാണ്. കാരണം പുള്ളി, ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ കാലത്ത് അത്രയും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾ അന്ന് പിന്നെ വല്ല സർവീസിലും കയറിയിരുന്നെങ്കിൽ ഇന്ന് ലക്ഷങ്ങൾ, റിട്ടയർഡ് ആയാൽ തന്നെ ലക്ഷങ്ങൾ പെൻഷൻ തന്നെ കിട്ടുന്ന ഒരു ജോലിയിലേക്ക് ഇരിക്കേണ്ട ആളാണ്. പക്ഷേ ഈ പുള്ളി ജനം TV-യിൽ പോകുന്നതിന് ഏർപ്പാടൊക്കെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനം TV-ക്കാർക്ക് ദിവസം വന്നിട്ട് പിണറായി വിജയൻ്റെ തന്തയ്ക്ക് വിളിക്കണം, അതിനൊരാൾ വേണം. അതിനാണ് ഒരു പ്രാവശ്യം തന്തയ്ക്ക് വിളിച്ചാൽ 10 രൂപ, 2 പ്രാവശ്യം വിളിച്ച് കഴിഞ്ഞാൽ 3 രൂപ എന്നൊക്കെയുള്ള രീതിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഗവർണറെ വിരുന്നിന് വിളിച്ച് കഴിഞ്ഞപ്പം പുള്ളിയുണ്ട്, ഷാൻസ്കറിയുണ്ട്, ഒക്കെ ഉണ്ട്. ഈ സംഭവം ഷാൻസ്കറിയൊക്കെ അറിയാതെ ഇവരെല്ലാവരും ഉണ്ട്. പുള്ളി ഇതിൻ്റെ സംഘാടകരിൽ ഒരാളോട് പറഞ്ഞതാണ്, ആളെ പേര് ഞാൻ പറയുന്നില്ല, ഗവർണർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട RSSൽ നിന്ന് റിക്രൂട്ട് ചെയ്തിട്ടുള്ള ഒരാളെ ഗവർണർ ഓഫീസിൽ വെച്ച്, പുതിയ ഗവർണറെ, പുള്ളിയാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഇത് ഹോസ്റ്റ് ചെയ്തതും പുള്ളിയാണ്. അപ്പം പുള്ളിയോട് പറയാം, ഈ കണ്ട ഊളകളുടെയൊക്കെ കൂടിയാണോ എന്നെ വിളിച്ച്? ഇങ്ങനെക്കാളും ഫാൻ ബേസ് ഉണ്ട് ഷാൻസ്കറിയയിൽ ലുലു യൂസഫലി കൊടുത്ത കേസുമായിട്ടും PV അൻവറിൻ്റെ അറ്റാക്കുമായിട്ടും ആ സമയത്ത് ഷാൻസ്കറിയ ഒളിവ് പോയപ്പോൾ ഷാൻസ്കറിയക്കെതിരെ നിരന്തരം സ്റ്റോറി ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അന്ന് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. ഇപ്പോൾ ഷാൻചേട്ടൻ ഇങ്ങനെ പോയ സമയത്ത് ചെയ്യുന്നത് ശരിയല്ല. ബാക്കിയുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നിട്ട് നമുക്ക് പറയാം. നമുക്ക് വേണമെങ്കിൽ നേരിട്ട് അവിടെ പോയിട്ട് പറയാം, അല്ലെങ്കിൽ വിളിച്ചിട്ട് പറയാം, അതൊക്കെ ചെയ്യാം. ഇപ്പോൾ പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്യാൻ പോലും പറ്റാത്ത സമയത്ത് ഇട്ട് കുത്തുന്നത് ശരിയല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ VS-ൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്. VS മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി VS അനുകൂലികളുടെ ഒരു യോഗം വിളിച്ചു ചേർത്ത്. കാരണം എന്താ വെച്ചാൽ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം പ്രഖ്യാപിക്കുക എന്നായിരുന്നു ലക്ഷ്യം. പുള്ളി ശക്തിചേരനും കൂടെ ജനകോടികൾ ഒഴുകിയെത്തും. പുള്ളി പുത്തരിക്കണ്ടം മൈതാനം വെക്കണോ അതോ പിന്നെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ യോഗം വെക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. എന്തായിരുന്നാലും എവിടെയോ ഒരു ചെറിയ ഹാള് ബുക്ക് ചെയ്തു, അതിനകത്ത് തന്നെ ഇരിക്കാൻ ആളെ കിട്ടിയില്ല. 10-15 പേര് വന്നിട്ട് പോയി. ഈ VS എന്തുകൊണ്ടാണ് ഒരാളെ അകറ്റി നിർത്തുന്നത്? VS-ൻ്റെ വെറുക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഫാരിസ് അബൂബക്കർ മാത്രമല്ല KM ഷാജഹാൻ ഇങ്ങനെ പെട്ടു എന്നുള്ളതാണ് KM ഷാജഹാൻ പരിശോധിക്കേണ്ടത്. VS അവസാന കാലത്ത് ജോസഫ് C. മാത്യു അദ്ദേഹത്തിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ വെറും PA മാത്രമായിരുന്നു. സുരേഷിന് ആക്സസ് ഉണ്ടായിരുന്നു, ജോസഫ് C. മാത്യുവിന് ആക്സസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ വീട്ടിൽ അവർക്ക് ആക്സസ് ഉണ്ടായിരുന്നു. അവരെല്ലാം അവിടെ പോവുകയും വരികയും ആശുപത്രിയിലായപ്പോൾ ആക്സസ് ഉണ്ടായിരുന്നു. KM ഷാജഹാനെ അടുപ്പിച്ചിട്ടില്ല. VS ബോധം നഷ്ടപ്പെടുന്നതിന് മുമ്പും KM ഷാജഹാനെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനാകുമ്പോഴും മുഖ്യമന്ത്രിയാകുമ്പോഴും KM ഷാജഹാനെ 7 അയൽവക്കത്ത് അടുപ്പിച്ചില്ല. വൈ? KM ഷാജഹാനുമായി അകലം പാലിക്കുന്നതാണ് നല്ലതെന്നുള്ള തോന്നലൊന്നും. ഇപ്പോൾ രമേശ് ചെന്നിത്തല അതാണ്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ സമ്പന്നതരായ ഒരു സംസ്ഥാനത്തെ ഒരു നേതാവിനോട് രമേശ് ചെന്നിത്തലയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, ഇത് എപ്പോഴും നിങ്ങളെ ഇങ്ങനെ പൂഴ്ത്തി പറഞ്ഞ് ബാക്കിയുള്ള കോൺഗ്രസ്സുകാരെ എല്ലാം ചീത്ത വിളിക്കുന്നത് അത് വേറെ ഡാമേജ് ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ RC എന്നാണ് വിളിക്കുന്നത്,
ഇപ്പം RC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP-ക്കാർ രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കുകയാണെങ്കിലും കോൺഗ്രസ്സുകാർ ചിലത് രമേശ് ചെന്നിത്തലയോട്, കാരണം KC-VD എന്നൊക്കെ പറയുമ്പം രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിൽപ്പെട്ടവർ RC എന്നാണ് വിളിക്കുന്നത്. ഒരു സൂചിപ്പിക്കൽ ഇവിടെ ആണെന്ന് കൂട്ടിക്കും. അപ്പോൾ ചെന്നിത്തല പറഞ്ഞു ഞാനിപ്പോൾ എന്നാ ചെയ്യാനാ, എനിക്കത് ദ്രോഹമാണെന്ന് അറിയാം പുള്ളി എന്നെ ഇങ്ങനെ പൂർത്തി പറയുന്നത്. പക്ഷേ പുള്ളിയോട് അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്തെങ്കിലുമൊക്കെ പറയും. ഇതിന് ഗതികേടിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പോയിട്ട് ആലപ്പുഴയിൽ പോയിട്ട് നിന്നു. ആലപ്പുഴയിൽ പോയിട്ട് ലോക്സഭയിലോട്ട് 2024 മത്സരിക്കുന്നു. 2024 ലോക്സഭയിലോട്ട് മത്സരിക്കുമ്പോൾ എന്നെ വിളിച്ച് മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഒന്ന് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. പോക്കറ്റ് യോഗങ്ങളാണ് കേന്ദ്രീകരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഷാജഹാൻ സഖാവേ, എനിക്ക് ഇപ്പോഴും സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷേ ഈ തിമ്മായി വൃത്തികൾ കാണുമ്പോൾ മിണ്ടായിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ സഖാവേ, അത് പിന്നെ ഇപ്പോൾ ലോക്സഭ തെരഞ്ഞെടുപ്പാണ്. നിയമസഭയാണെങ്കിൽ 2000 വോട്ടോ 3000 വോട്ടോ കിട്ടിയാലും മതി. ലോക്സഭയിൽ 10,000 വോട്ടെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ മോശമാണ്. 50,000 വോട്ടെങ്കിലും പിടിക്കണം നിങ്ങളെപ്പോലെ ഒരാൾ നിൽക്കുമ്പോൾ. അപ്പോൾ കാരണം അത്രയും ലക്ഷക്കണക്കിന് വോട്ട് വരുന്നതല്ലേ. 10,000 വോട്ടെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നാണം കെട്ട് പോകുമെന്ന് പറഞ്ഞു. രാജൻ ജോസഫ് നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ്, നിങ്ങൾ അവിടുത്തെ സ്ഥിതി അറിയാഞ്ഞിട്ടാണ്. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ജനങ്ങൾ കൂടുകയാണ്. ജനങ്ങൾ കൂടുവന്നേ. സണ്ണി ലിയോൺ വന്നപ്പോൾ ഇവിടെ പിന്നെ റോഡ് ബ്ലോക്കായതാ എറണാകുളം ടൗണില്ലേ. അപ്പോൾ ജനങ്ങൾ കൂടും, അതിനകത്ത് ഇതെല്ലാം വോട്ടായി മാറുമെന്ന് തെറ്റിദ്ധരിച്ച്, അതായത് 2021 പുള്ളിയുടെ ഓവർ എസ്റ്റിമേഷനകത്ത് പറ്റിയിട്ടുള്ള അതേ അബദ്ധം നിയമസഭ തെരഞ്ഞെടുപ്പിൽ പറ്റിയത്. പുള്ളി തന്നെ മത്സരിച്ചപ്പോൾ പുള്ളി ജയിക്കുമെന്ന് പുള്ളി, ഞാൻ ചിലപ്പോൾ ജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് പറഞ്ഞത്. കിട്ടിയ വോട്ട് KC വേണുഗോപാലിന് 4,04,560, ഹാരിഫിന് 3,41,040 ചില്ലാനം, ശോഭാ സുരേന്ദ്രന് 3 ലക്ഷത്തിനടുത്ത്. അത് കഴിഞ്ഞിട്ട് നോട്ട, അത് കഴിഞ്ഞിട്ട് വേറെ 2 സ്വതന്ത്രന്, അഡ്വക്കേറ്റ് KM ഷാജഹാൻ 682. ഒരു നിയോജക മണ്ഡലത്തിൽ 100 വോട്ട് തികച്ച് കിട്ടിയില്ല. 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൽ 2 ലക്ഷത്തോളം വോട്ടുള്ളടത്ത് 100 വോട്ട് തികച്ച് കിട്ടിയിട്ടില്ല. എന്നാലോചിച്ച് നോക്കണം. എന്നിട്ടും പുള്ളി മനസ്സിലാക്കുന്നില്ല. പുള്ളി PK ശശിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തെങ്കിലും പരാതിയുണ്ടോ? ആരെങ്കിലും പറഞ്ഞ പരാതി വന്നോ? ഒന്നുമില്ല. പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ കയ്യാമം വെച്ച് നടത്തുമെന്നൊക്കെ പറഞ്ഞത് VS പറഞ്ഞ പോലെ പുള്ളി ഇരുന്നിട്ട് കിളിരൂര് കവിയൂരെന്നൊക്കെ പറയുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഈ പുള്ളിക്ക് ഇനി അതൊന്നും ഉച്ചരിക്കാൻ ഒരു യോഗ്യതയില്ല. പുള്ളിക്ക് TN സീമയെക്കുറിച്ചോ തോമസ് ഐസക്കിനെ കുറിച്ചോ ഷൈൻ ടീച്ചറെക്കുറിച്ചോ ഇവരെക്കുറിച്ചൊക്കെ ഒന്നും പറയാൻ ഒരു യോഗ്യതയില്ല. അതിനൊന്നും ഒരു തെളിവും ഇല്ലാത്തൊരു കാര്യങ്ങളാണ് പറയുന്നത്. മറ്റിടത്ത് പാരാതിക്കാരെ വന്നതെന്ന് പറയുന്നത് അവരെ ഈ ന്യായീകരിക്കാൻ വേണ്ടി പോവുക, പിന്നെ മഞ്ജു വാര്യരെ വെല്ലുവിളിക്കുക, ഞാൻ അതിഭീകര സത്യം പറയാൻ പോവുക എന്ന് പറയുക. പിന്നെ പുള്ളിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം അങ്ങോട്ട് വിളിച്ച് എതിർത്ത് പറയാൻ പറ്റത്തില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പുള്ളി സ്റ്റോറി ചെയ്തു, സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ 40,000-ഓളം വോട്ടിന് അവിടെ UDF ജയിച്ചിരിക്കുകയാണ്. അതിൻ്റെ കണക്കുകൾ ഞാൻ പറഞ്ഞു തരാം. PV അൻവർ 19,500 വോട്ട് പിടിച്ചു. ആ വോട്ട് പിടിച്ചത് ഹരിയാടൻ ഷൗക്കത്തിന് PV അൻവർ നിന്നില്ലെങ്കിൽ കിട്ടിയാൽ മൊത്തം 35,000-40,000 വോട്ടിന് UDF ജയിക്കുമായിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വിഡ്ഢിത്തരം പറയരുത്, നിലമ്പൂർ എന്താണെന്നറിയാതെ. അത് ആര്യാടൻ വിരുദ്ധ വോട്ടുകളും ഇടതുമുന്നണിയുടെ വോട്ടുകളും രണ്ടും അങ്ങോട്ട് പോയിട്ടുണ്ട് അൻവറിലോട്ട്. അത് അൻവർ നിന്നിട്ടില്ലെങ്കിൽ ഇടതുമുന്നണിയുടെ പെട്ടിയിലാണ് വീഴുന്നത്. ആര്യാടൻ ചിലപ്പോൾ തോറ്റു പോകുമായിരുന്നു. നിങ്ങളെന്നെ പഠിപ്പിക്കേണ്ട, രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട എന്നൊക്കെ പറയും. ഇത് റേഡിയോ പോലെ ഇങ്ങ് പുള്ളി പറയുന്നത് നമ്മൾ കേൾക്കണം, പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള. അപ്പോൾ വീണ്ടും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, പുള്ളിയുടെ ഇപ്പോഴത്തെ ഈ പ്രയാസങ്ങൾക്ക് ജനൻ TV-യിലെ പൈസ മേടിച്ച് നിൽക്കുന്നതിനേക്കാളും നല്ലത് ഏതെങ്കിലും നല്ല സ്പോൺസേഴ്സ് കൊടുക്കുന്ന പൈസയാണ്. അപ്പം പിന്നെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ വിന്നറാവാനുള്ള എല്ലാവിധ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. നോബഡി ക്യാൻ ഡിഫീറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കാരണം വേറെ ആരെയും കൊണ്ടും മിണ്ടാൻ സമ്മതിപ്പിക്കത്തില്ല പുള്ളി എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ജനാധിപത്യപരമായ വിചിത്രകരമായൊരു സ്വഭാവം.